അരുത്. കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയായി. കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയായി. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നശൃംഖങ്ങളെ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നശൃംഖങ്ങളെ. ഇവിടെ കുട്ടികളല്ലേ, കുട്ടികളാണ് പറ്റിയ ചിലത്തി വലയിൽ എപ്പോഴെങ്കിലും വീഴാറുണ്ടോ? വീണാലും അവ വലയിൽ പൊട്ടിച്ചോണ്ട് പോകും. ഓ, അപ്പോൾ കുട്ടികൾ തന്നെ പറ്റി ഇഴകൾ. അവരെ എങ്ങനെ നമുക്ക് വലയപ്പെടുത്താം? ചൂണ്ടയിൽ മീൻ കണ്ടിട്ടില്ലേ? മീനിനെ തിക്ക മീൻ താൻ കെണിയിലായ ശേഷം ജീവനായുള്ള ഒരു പിടച്ചിലുണ്ട്. അത് കാണാൻ ഒരു വല്ലാത്ത സുഖമാണ്. എന്താ ബ്രോ മനസ്സിലാവുന്നില്ല. ആദ്യം ലഹരി ചേർത്ത മുട്ടായി സൗജന്യമായി നൽകണം. അവർ നമ്മളെ വെള്ളിയിലായ ശേഷം മാത്രം പണത്തിന് നൽകിയാൽ മതി. ഓ, അപ്പോൾ വിശ്വസ്തരായ 3 കുട്ടികളെ നമുക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം അല്ലേ? അതെ. പോലീസ് പോലീസ് ഓടിക്കോടിക്കോടി. സാറേ, എന്താ വിഷയം? കലോത്സവമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാ സാറേ. കണ്ടിട്ടൊരു കൗലക്ഷണം ഉണ്ടല്ലോ. സാറിനാണ് പേടിച്ചില്ല സാർ. സാറിനോട് 2 എണ്ണം വിട്ടോളൂ. പോയി കുട്ടികളിപ്പോ വരും. ആദ്യം 2-3 കുട്ടികൾക്ക് മാത്രം മുട്ടായി നൽകിയാൽ മതി. സംശയമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ, ഇഷ്ടായോ? 2 ലക്ഷം രൂപ വരും. ഞങ്ങൾ ഇതിനാണ് ഐസിലേക്ക് പോണത്. അനിയന്മാർ എത്ര ക്ലാസ്സിലാ? മുട്ടായി വേണം. പറഞ്ഞിട്ടുണ്ട് മിഠായി വാങ്ങണ്ടേ. മാസം അറിയില്ല. പിടിക്ക്. ഇതൊരു പ്രത്യേക തരം മുട്ടായിയാണ്. ഇത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സുഖം തോന്നുന്നു. സ്വർഗത്തിൽ എത്തിയ പോലെ. ബ്രോ, അതെ. പിന്നെ
സ്മിതയുടെ ബാഗിൽ നിന്ന് കാശെടുത്തത്? ഇവർ 3 പേരും എന്താ ഒന്നും മിണ്ടാത്തത്? സാധാരണ ഇങ്ങനെയല്ലല്ലോ. മാഷേ, ഈ 3 കുട്ടികളും എപ്പോഴും ഗേറ്റിന്റെ പുറത്താ. പിന്നെ 2 ചേട്ടന്മാരെ കഴിഞ്ഞ് മിഠായി കഴിച്ച് കളിക്കാറുണ്ട്. എഴുന്നേൽക്കൂ. ഈ മിഠായി വാങ്ങാൻ നിങ്ങൾക്ക് എവിടുന്നാ കാശ് കിട്ടിയത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് എവിടുന്നാ കാശ് കിട്ടിയത്? അപ്പോ നിങ്ങളാണ് സ്മിതയുടെ ബാഗിൽ നിന്ന് കാശെടുത്തത് അല്ലേ? മാഷേ, മിഠായി വാങ്ങാനാ മാഷേ. ആ മിഠായി കഴിക്കുമ്പോ നിനക്ക് എന്താ തോന്നുന്നത്? സ്വർഗത്തിലെത്തിയ പോലെ. നിനക്കോ? തലകറങ്ങുന്ന പോലെ. സ്വർഗത്തിലെത്തിയ പോലെ. 2 മാസമായി ഞാനും എന്റെ കുടുംബവും അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാമോ മക്കളെ? അതിന് കാരണം ഈ ലഹരിയാണ്. എനിക്ക് ആകെ ഒരു മോനാണ് ഉണ്ടായിരുന്നത്, എന്റെ വിനീത്. പഠനത്തിനും കലാകായിക രംഗത്തിനും മികവ് തെളിയിച്ചവൻ. അധ്യാപകരായ ഞാനും അവന്റെ അമ്മയും അവനെ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് അവനെ അത്രയും വിശ്വാസമായിരുന്നു. ഒരു ദിവസം അവന്റെ അമ്മയ്ക്ക് അവന്റെ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു സിറിഞ്ച് കിട്ടി. അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്ന് വരെ കാണാതിരുന്ന എന്റെ മകനെയാണ് അന്ന് ഞങ്ങൾ കണ്ടത്. എന്റെ പൊന്നുമോൻ ലഹരിക്ക് കീഴ്പ്പെട്ടു എന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അവനെ ചികിത്സയ്ക്കായി ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി. വളരെ വഴുകിപ്പോയെന്ന് ഡോക്ടർമാർ ഞങ്ങളെ അറിയിച്ചു. എന്റെ പൊന്നുമോൻ കുറെ നാളുകൾക്ക് ശേഷം വന്നവൻ എന്റെ പൊന്നുമോൻ കയ്യിലെ നെരുമ്പ് മുറിച്ച് നിങ്ങൾ പറയുന്ന ആ സ്വർഗത്തിലേക്ക് യാത്രയായി. എന്റെ പൊന്നുമോൻ. മാഷേ, കരയില്ലേ മാഷേ? മക്കളെ, നിങ്ങളുടെ സ്വർഗം അച്ഛനും അമ്മമാരും സഹോദരങ്ങൾ വളരുന്ന കുടുംബമാണ്. നിങ്ങളുടെ സ്വർഗം അധ്യാപകരും കുട്ടികളും കൂടുന്ന വിദ്യാലയമാണ്. നിങ്ങൾ രാജ്യത്തിന്റെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളാണ് രാജ്യത്തിന്റെ കരുത്ത്. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. ഞങ്ങൾ പ്രതികരിക്കണം. ഞാനിപ്പോ വരാം. എത്ര കേവലന്മാർ വന്നാലും രാഷ്ട്രീയക്കാർ വന്നാലും നീയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്നെയൊക്കെ പൂട്ടേണ്ട രീതിയിൽ പൂട്ടണം. എന്റെ വീട്ടിലും ഉണ്ടാ മക്കൾ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടി പാരമ്പര്യമുള്ള നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ ലഹരിയുടെ കയ്യിൽ അമരുകയാണ്. എത്രയെത്ര ജീവങ്ങളാണ് ഈ ലഹരി കവർന്നെടുത്തത്. രമേശൻ സാർ, കുട്ടികളെ, നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്, മാതൃകയാണ്. സ്വന്തം മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന മാതാപിതാക്കൾക്കും സ്കൂളിന് പുറത്ത് കണ്ടെത്താത്ത അധ്യാപകർക്കും ഇതൊരു പാഠമാണ്. ഈ നാട്ടിലെ ക്രമസമാധാനം സുരക്ഷിത പോലീസിന്റെ മാത്രം കർത്തവ്യമായി കരുതരുത്. ഇത്തരം സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. ലഹരിക്കെതിരെ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം നമുക്കും ചേർന്ന് പറയാം. ലഹരി ഉപയോഗം നിർത്തൂ. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെരിയുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെരിയുടയ്ക്കില്ല നാം. ശിരസുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാൾ